ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ഓൻ ഓപ്പൺ ചാലഞ്ച് നടത്തിയ കാര്യമാണ് ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡ്രഗ് ടെസ്റ്റ്. കേരളം ഒറ്റക്കെട്ടായി ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അപ്പോൾ എൻ്റെ വണ്ടി കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പരാതി കൊടുക്കും. അത് ഞങ്ങൾക്ക് അവൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടല്ല ഗൈസ്. ഈ പറഞ്ഞു എൻ്റെ ആദ്യത്തെ വണ്ടി പോയത് MDMA കേസിലാന്ന് അവൻ്റെ. ഇതാ പറയുന്നത്, ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും അറിയാവുന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് പിണക്കി കഴിഞ്ഞാൽ ഏത് രീതിയിൽ പെടുമെന്നുള്ളത് ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ. ഇവനെ സംബന്ധിച്ച് ഇപ്പം കാണിച്ചു തന്ന് കൂടെ നിന്ന് ആൾക്കാർ പിണങ്ങി കഴിഞ്ഞാൽ ഏത് തരത്തിൽ അത് നമുക്ക് കറങ്ങി അടിക്കുന്നുണ്ട്. കറങ്ങി അവൻ്റെ കാലിൻ്റെ ഇടയിലോട്ട് അടിക്കുന്ന അടിയാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവർ ഡ്രഗ് ടെസ്റ്റ് നടത്താനൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം. ഇതിനകത്ത് മെയിനായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തൊപ്പിയുടെ ആദ്യത്തെ വണ്ടി എവിടെ പോയി എന്ന് കൂടെ നിന്നവൻ തന്നെ പറയുന്നുണ്ട്. എങ്ങനെ പോയി? MDMA കേസിൽ പോയി. അപ്പൊ ഇവൻ വലിയ വീരവാദമായിരുന്നല്ലോ ഈ ലൈവിലൊക്കെ വന്നിരുന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം രണ്ടാമതിട്ട് വീഡിയോക്കകത്ത് പറഞ്ഞു, എന്റെ വോയിസ് കണ്ടില്ലേ, നിങ്ങൾക്ക് ആരുടെ സൗണ്ടിൽ വേണമെങ്കിൽ നമുക്കൊരു AI ക്രിയേറ്റ് ചെയ്യാമെന്ന്. വാ, അടിപൊളിടാ, അടിപൊളി. ആ ഒരു നിന്റെ AI ക്രിയേഷനോട് കൂടി തന്നെ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല എന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി. അറ്റ്ലീസ്റ്റ് ആ കമന്റ് ബോക്സ് ഒന്ന് ഓൺ ചെയ്തിടണം കേട്ടോ. അവന്മാരെ തെറ്റ് മനസ്സിലാക്കിയത് ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് കമന്റ് ബോക്സ് ഓൺ ആക്കി ഇടുന്നുണ്ട്. പക്ഷെ തൊപ്പിയുടെ സൈഡിലേക്ക് വരുമ്പോൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടുന്നു. നമ്മുടെ ഭാഗത്ത് സത്യസന്ധതയുണ്ട്, നമ്മൾ പറയുന്നതെല്ലാം സത്യമാണ്, അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നത്? ആരെ പേടിച്ചിട്ടാ? നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനല്ലോ, നെഗറ്റിവിറ്റിയിലൂടെ മാത്രം വളർന്നു വന്നൊരു വ്യക്തിയല്ല, അതിലൂടെ വലിയൊരു കുട്ടി ക്രൗഡ് ക്രിയേറ്റ് ചെയ്ത ഒരാളല്ലേ. പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ മാറ്റി ചിന്തിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല പറയുന്ന കാര്യവും പിന്നെ ഇവന്മാരുടെ ഒരു ലീല, രാസലീല, നമുക്ക് അത് തന്നെ ആദ്യം കണ്ടെന്ന് തുടങ്ങാം. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തും ഇതൊക്കെ ലൈവിലൂടെ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ എണ്ണം കൂടെ ഒന്നിച്ച് നിന്ന് ചെയ്തുകൊണ്ടിരുന്നയാ. ഇപ്പോഴാണ് സ്പ്ലിറ്റപ്പ് ആയപ്പോഴത്തേന് കാണിച്ചെല്ലാം തന്തയില്ലായ്മയാണെന്ന് ഇവർക്ക് മനസ്സിലായത്. എത്ര പൈസ ജോക്കി നോക്കുന്നതാണ് ആണം കിട്ടാ എന്താ ഓക്കെ, നമ്മൾ ഈ വാഴയിൽ തുളയിട്ട് അടിക്കുക എന്നൊക്കെ ആൾക്കാരോട് ചിലപ്പോൾ പറയുമായിരിക്കും. അതിനും അപ്പുറം, അതായത് ഒരു തുണിക്കടയിൽ നിൽക്കുന്ന ഒരു പ്രതിമയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പോലും വെറുതെ വിടാത്ത മെന്റാലിറ്റിയിലുള്ളവർ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവരുടെ കൂടെ ഒരു ബസ്സിൽ ചിലപ്പോൾ ഇത് യാത്ര ചെയ്യാൻ പോലും പറ്റത്തില്ലായിരിക്കും. കാണിക്കുന്നത് തെമ്മാടിത്തരം നോക്കേ. ഇതെല്ലാം ലൈവിലൂടെ ആൾക്കാർ കാണണം. കൊച്ചു പിള്ളേരൊക്കെ കാണണം. കൊച്ചു പിള്ളേർ ഇവന്റെയൊക്കെ ഈ ഒരു പോക്കൃത്തരം കാണുമ്പോഴത്തേക്കിന് അത് കണ്ടുകൊണ്ട് തുണിക്കടയിലൊക്കെ ചെല്ലും, യോ ഷമീർക്ക് ചെയ്തല്ലോ, പിന്നെന്താ എനിക്ക് ചെയ്താ മോനെ എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന വെറും കമ്പിക്കുട്ടന്മാര്. അത്രേ ഉള്ളൂ. അച്ഛൻ കമ്പിയും ബാക്കി കുറെ ചെറിയ കമ്പി, അച്ഛൻ കമ്പി, തൊപ്പി കമ്പി, പിന്നെ അതിന്റെ താഴെ കുറെ കൊച്ചു കമ്പികൾ. ഈ കമ്പികളെല്ലാം കൂടെ തിരിഞ്ഞാണ് വലിയ കമ്പി TMT കമ്പിയിട്ട് തലക്കിട്ട് കൊട്ടാനായിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതുമായിട്ട് ഇവന്മാർ ഇന്നലെ കൊടുത്തിട്ടുള്ളൊരു വീഡിയോയിൽ പറയുന്ന 2-3 കാര്യമുണ്ട്. വണ്ടിയുടെ കാര്യം ബിനാമിയായിട്ട് നിർത്തിയിരിക്കുന്നത് ഇവനെയാണ്. കൂടുതലും ആൾക്കാർ അത് അവൻ തന്നെ ലൈവിൽ പറയുന്നുണ്ട്, എൻ്റെ പേരിലൊന്നുമില്ലടാ, ഞാനെല്ലാം ഇവരുടെ പേരിലാണ് ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുള്ളൊരു കാര്യം. നല്ല കാര്യമാണ്. അപ്പം എന്തൊക്കെയോ മറക്കുന്നുണ്ട്, അതായിരിക്കാം. കണ്ടുവരാം. പോയിട്ട് ഒരു കേസ് കൊടുക്കണം. കാരണം എൻ്റെ വണ്ടി എന്ന് പറയുന്നു, ഓൻ്റെ വണ്ടി എൻ്റെ പേരിലാണ് ഓൻ രജിസ്റ്റർ ചെയ്തത് ബിനാമിയായിട്ട്, എന്നെ പറ്റി ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും. കാരണം ഓൻ്റെ ആദ്യത്തെ വണ്ടി പോയത് MDMA കേസിലാന്ന്. ഓൻ്റെ ആദ്യത്തെ വണ്ടി പോയത് കണ്ടോ, ഇവൻ്റെ ആദ്യത്തെ വണ്ടി പോയത് MDMA കേസിലാണെന്ന്. ഇവൻ എന്നിട്ട് പറയുന്നല്ലോ, എൻ്റെ ബ്ലഡ് കൊണ്ടുപോയി നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ഇത് ഇവിടെ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. ആദ്യത്തെ വണ്ടി പോയത് MDMAയിലാണെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ഏതാ സത്യം, ഏതാ സത്യമല്ലാത്തത്. ഇനിയിപ്പോ തൊപ്പി ഇതിനെ സംബന്ധിച്ച് ഒരു റീച്ച് അവർക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇപ്പൊ അവസാനത്തെ വീഡിയോ പറഞ്ഞത്. അതായത് ഇവൻ ഇനി ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോഴത്തേന് അവർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓൾറെഡി തൊപ്പിയെ അറിയാവുന്ന എല്ലാവർക്കും ഈ പറയുന്ന ഷമീറിനെ അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ഷമീറിന് പുതിയതായിട്ട് റീച്ച് തൊപ്പി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നിന്റെ കൂടെ നടന്ന റീച്ച് ഉണ്ടായിട്ടുണ്ട്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഷമീറിനെ എവിടെ വെച്ച് കണ്ടാലും ഒരു വീഡിയോ ഇട്ടാലും കിട്ടാനുള്ള കാര്യം തന്നെ. ഇനി സെപ്പറേറ്റ് ഒന്നും കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ലല്ലോ. അപ്പം ഈ വണ്ടിയും ഓൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ തലയിലിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ കുടുങ്ങും. മനസ്സിലായോ? മുൻകൂട്ടി നമ്മൾ സ്റ്റേഷനിൽ പോയിട്ടൊന്ന് പറയും. അതെ, ഞാനിപ്പോൾ ഒരു പരാതി കൊടുക്കും. എൻ്റെ വണ്ടി കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പരാതി കൊടുക്കും. അത് ഞങ്ങൾക്ക് എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടല്ല ഗൈസ്. ഈ പറഞ്ഞ പോലെ നാളെ ഓൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് എൻ്റെ തലയിൽ ഇതുണ്ടാവും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുക്കുക, നമുക്ക് ഡ്രഗ് എന്തെങ്കിലും നാളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതാക്കരുത്, നമ്മുടെ കൈമിൽ വണ്ടി ഇല്ല എന്നുള്ള രീതിയിൽ. അതെ, കാരണം നാളെ ഓനെ ഇല്ല് കഞ്ചാവോ ഈ പറഞ്ഞ MDMAയോ കിടത്തിയിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ പേരിൽ ഷമീറാന്ന് കിടത്തിയത്, ഷമീറിൻ്റെ കയ്യിലെ വണ്ടി ശരിക്കും എന്നെന്ന് തോന്നുന്നു എൻ്റെ പ്ലാനിങ്. പിന്നല്ലാണ്ട് കാരണം വണ്ടി എന്തോ എടുത്തു ഞാനാ പറയുന്നത്. ഒരു 5 ദിവസം മുമ്പ് വരെ റാംബോ സ്റ്റോറി ഇട്ടപ്പോൾ അതിലുണ്ട് ഇവൻ്റെ വണ്ടി. റീലുണ്ട്, റീലോ
ഷമീർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവ് ഒരു ബെസ്റ്റ് സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു പരാതി കൊടുത്തിടണം. കാരണം ഈ തൊപ്പിക്ക് ഓൾറെഡി മനസ്സിലായി ഇവന്റെ കൂടെ നിന്ന് കഴിച്ചിരുന്ന സമയത്ത് തന്നെ ഇവന്മാർ ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരുന്നുള്ളൊരു കാര്യം, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം. അപ്പൊ എന്തായാലും അവരെ ഇല്ലാതാക്കാനുള്ള ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ തൊപ്പിയും തിരിച്ച് തന്നെ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് മേ ബി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ നല്ലതായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്. ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ, ഇങ്ങനൊരു കേസ് ഇപ്പൊ DGP ഉത്തരവിട്ട് അന്വേഷിക്കാനായിട്ട് കൊടുക്കുന്നത്, ഈ അന്വേഷണം എങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞു വന്നാലും ഇത് എഫക്റ്റ് ആവാൻ പോകുന്ന തൊപ്പിക്ക് മാത്രമായിരിക്കും. ഇവരെ സംബന്ധിച്ച് എഫക്റ്റ് ആവത്തില്ല. കാരണം ഇവന്റെ അണ്ടറിൽ അവിടെ ജീവിച്ചിരുന്ന വ്യക്തികളാണ്. ആ വീടിന്റെ ഉത്തരവാദിത്വവും അവിടെ ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് തുടങ്ങിയ കാര്യങ്ങൾ, അവിടെ ഫിനാൻഷ്യർ, ഇവരുടെ തല, ഇവരുടെ നേതാവ്, എല്ലാ കാര്യവും ഒരുത്തനായിരുന്നു. അപ്പോഴത്തേനല്ല അവൻ ഇവിടെ കൊണ്ടുവന്നതാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. വീടിന്റെ ഉടമസ്ഥൻ ആരാ? യവൻ തന്നെ. അപ്പൊ കൊടുക്കുന്ന ആരായിരിക്കും? യവൻ തന്നെ ആയിരിക്കും. ഇവന്മാരെല്ലാം അവിടെ കൈ കടി, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല സാറേ, ഇവനെ എല്ലാം കൊണ്ടുവരുന്നത്, ഇവനല്ലേ എല്ലാം നോക്കും, നമ്മുടെ പേരിലൊന്നുമില്ല, മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞൊരു 10 കരച്ചിൽ മമ്മു ഒന്ന് 2 കുനിഞ്ഞു നിന്ന് 2 കരച്ചിലോടെ കഴിയുമ്പോഴത്തേന് ഈ പരിപാടി അങ്ങ് അവസാനിക്കും. നേരെ ഇതെല്ലാം കൂടെ കറങ്ങി ആർക്ക് ചെല്ലും? തലയ്ക്ക് ചെല്ലും. അച്ഛൻ തലയ്ക്കായിരിക്കും ഇതെല്ലാം കൂടെ കറങ്ങി അടിക്കാനായിട്ട് പോകുന്നത്. അതായിരിക്കും മിക്കവാറും ഇതിന്റെ ഭാഗമായിട്ട് നടക്കാനായിട്ട് പോകുന്ന ഒരു കാര്യം. ആ ന്യൂസ് ഒന്ന് കാണാം നമുക്ക്. യൂട്യൂബർ തൊപ്പിക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേരത്തെ അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും നടത്തുന്നുവെന്ന പരാതിയിൽ തൊപ്പി എന്ന നിഹാദിനെതിരെ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഓപ്പറേഷൻ തുഫാൻ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും യോജിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് ഏറ്റവും വിഷമിക്കുന്നത്. മക്കളെ സ്കൂളിലും കോളേജിലും അയച്ചിട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. അപ്പം നമുക്ക് ഭാവി തലമുറയെ രക്ഷിക്കണം. ഈ ഭാവി തലമുറയെ രക്ഷിക്കണമെന്ന് പറയുന്നതിനകത്ത് ഒരുപാട് രക്ഷിതാക്കൾ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാര്യം ഈ പറയുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല തൊപ്പിക്കെതിരെ. തൊപ്പി സ്ട്രീം വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയും കുറെ കുട്ടികൾക്ക് കാണിക്കാം, ഇങ്ങനെയും കാണിച്ചു കഴിഞ്ഞാൽ റീച്ച് കിട്ടും, ഇങ്ങനെയും നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ശ്രദ്ധിക്കും, ഇങ്ങനെ ജനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിയും, ഫെയിം കിട്ടും എന്ന് കാണിച്ചു തരുന്ന ഒരു കുബുദ്ധിയെന്നോ വക്രബുദ്ധിയെന്നോ ഒക്കെ തോന്നിക്കുക. അത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സന്റെ മാത്രം മൈൻഡിൽ വരുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പം തുണിയില്ലാതെ എല്ലാം കൂടെ ഒന്ന് ഓടിക്കഴിഞ്ഞാൽ എനിക്ക് റീച്ച് കിട്ടുമല്ലോ, ഞാൻ ഉടുപ്പില്ലാതെ 2 ചാട്ടം ചാടിക്കഴിഞ്ഞാൽ എനിക്ക് റീച്ച് കിട്ടുമല്ലോ. അത് ഒരിക്കലും വലിയൊരു സമൂഹത്തിന് തോന്നുന്ന ഒരു ചിന്താഗതി ആയിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ, ഒരു കോർണർ ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം തോന്നുന്ന മെന്റാലിറ്റിയാണ്. ആ ഒരു മെന്റാലിറ്റിയെ ഇവൻ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കൊണ്ടുവന്ന് എന്തോ ജനകീയമാക്കുക. അതായത് നമ്മൾക്കിടയിലല്ല, ജനകീയമാക്കാൻ ശ്രമിക്കുന്നത് ആ കുട്ടികൾക്കിടയിലാണ്. അതായത് വളർന്നു വരുന്നവരുടെ ഇടയിലേക്ക് ഈ സാധനം ഇഞ്ചക്ട് ചെയ്ത് കയറുമ്പോഴും വാവ്, ഇറ്റ്സ് ഓക്കെ, ഇത് മതിയല്ലോ നമുക്ക് റീച്ച് ആവാൻ, ഇത് മതിയല്ലോ നമുക്ക് ജീവിക്കാം, ഇങ്ങനെ ചെയ്താൽ പോരെ, എന്തിനാ ചുമ്മാ സ്കൂളിലൊക്കെ പോയി സമയം കളയുന്നത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കാശ് ഉണ്ടാക്കി കൂടെ, ആ ഒരു രീതിയിലേക്ക് വരാം. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഇവരുടെ കൂടെ തന്നെയുള്ള അച്ചായന്റെ ഒരു ലൈവ് ഞാൻ കണ്ടായിരുന്നു. ആ ലൈവിനകത്ത് മമ്മൂനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അരിയെന്ന് പറഞ്ഞാൽ മറ്റേതെന്ന് കേൾക്കും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ടും, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കത്തില്ല, വിവരമില്ല, വിദ്യാഭ്യാസമില്ല, നാണമില്ല, മാനമില്ല എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ? കുട്ടികൾ, നിങ്ങൾ വീഡിയോ കാണാൻ നിങ്ങൾ കേട്ടോ? ഒരു തന്തപ്രായമുള്ള ഒരുത്തനെ കൊണ്ട് ഇമാതിരി പറച്ചിൽ കേൾക്കണമെന്ന് എന്താ കാര്യം? എന്തുവാ? അവൻ ആ രീതിയിൽ നടന്നുകൊണ്ടല്ലേ. തൊപ്പിയുടെ കൂടെ നടക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും ആ രീതിയിൽ തന്നെ ആയിരിക്കും പലരും ചിന്തിക്കുന്നത്. കൂടെ നടന്ന അവൻ തന്നെ, അവനും വിദ്യാഭ്യാസമില്ല, വിവരമില്ല, ആൾക്കാരോട് എങ്ങനെ ഇടപഴകണമെന്ന് അറിയത്തില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണം എന്തോന്ന് മനസ്സിലായോ? അവിടെ ഏത് രീതിയിൽ നിൽക്കണമെന്നുള്ള കാര്യം മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതിന്റെ ഡീമെറിറ്റ് എന്താണെന്ന് അവരുടെ സൈഡിൽ നിൽക്കുന്ന ഒരാൾ തന്നെ അവരുടെ വാ കൊണ്ട് തന്നെ പറഞ്ഞ് കാണിച്ചു തരിക ഇങ്ങനെയാണെന്നുള്ളൊരു കാര്യം. അപ്പം ഒന്നും ആകർഷകരായിട്ട് അങ്ങോട്ട് പോകരുത്. അപ്പോൾ ഈ പറയുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ലഹരിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു കേസിനെ സംബന്ധിച്ച് സ്വഭാവ വൈകൃതത്തിലും ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അതാണ് എനിക്ക് പറയാം. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള, ആശാവഹമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല എടപ്പാളിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ നമ്മൾ ഈ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇത്തരത്തിലൊരു ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് യുവതലമുറയെ ഒരേ സമയം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഇത്തരത്തിൽ ലഹരി വസ്തുക്കളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് അശ്ലീല ചുവയോടുകൂടി നിരന്തരം സംസാരിക്കുകയും ഒരുപക്ഷെ പോൺ സൈറ്റുകളിലൊക്കെ കാണുന്ന വീഡിയോകളൊക്കെ തന്റെ ലൈവിലൂടെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു യുവാവ് ഇത്തരത്തിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും DGPയുടെ അന്വേഷണത്തെ എൻഡോഴ്സ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. അത് വേഗത്തിലാക്കാനും അതോടൊപ്പം തന്നെ അതിൽ അന്വേഷണത്തിന് ശേഷം കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഉറപ്പ് കൂടി രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ എടപ്പാളിലെത്തിയപ്പോൾ
നടത്തുകയുണ്ടായി. നിഹാദിന്റെ കാര്യം സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ഒരുപാട് അസ്വാഭാവിക പ്രവർത്തനങ്ങളുമായാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധ ആകർഷിക്കുന്നത്. കിക്ക് എന്ന സ്ട്രീം പ്ലാറ്റ്ഫോമിലാണ് ആദ്യം ഈ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഗെയിമിംഗ് ആണ് പ്രധാനമായും രീതി. പിന്നീട് അത് യൂട്യൂബിലേക്ക് അടക്കം കടക്കുകയും നിരവധി ഫോളോവേഴ്സ് ഇദ്ദേഹത്തെ നിരന്തരം ഫോളോ ചെയ്യും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ്, പ്രായപൂർത്തി പോലും ആയിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ നിരന്തരം ഇയാളെ ഫോളോ ചെയ്യുകയും ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ മഹത്തരമാണെന്നും, അതായത് ലൈവിൽ തെറി വിളിക്കുകയും അശ്ലീല പ്രദർശനം നടത്തുകയും ഒക്കെ വളരെ അതൊക്കെയാണ് യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ അടയാളം എന്ന് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കാര്യമില്ല. ആ ഒരു കാര്യം തന്നെ ഡീമറക്റ്റ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു കേസ് ഈ ഒരു സാധനം വരുമ്പോഴത്തേക്കിനെ ഈ അന്വേഷണവും കാര്യങ്ങളും തൊപ്പിയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുക. തൊപ്പിയിലേക്ക് മാത്രമാണ് ഈ സാധനം ഒതുങ്ങിക്കൂടുന്നത്. പക്ഷേ ഇങ്ങനെ ഒതുങ്ങിക്കൂടുമ്പോഴത്തേക്കിനും മുമ്പ്, അതായത് മറ്റൊരു ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഫ്രെയിമിൽ മാത്രം വന്നൊരു വ്യക്തിയായിരുന്നു വേടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഈ പറയുന്ന ഡ്രഗ്സ് അവന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് തൂക്കിയായിരുന്നല്ലോ, 0.6 ഗ്രാംസ് എങ്ങാണ്ട് വന്ന്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂയിലേക്ക് ക്രിയേറ്റ് ആയി. പിന്നെ അവനെ സംബന്ധിച്ച് മീറ്റുവോ പീഡനോ കാര്യങ്ങളൊക്കെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ട എന്തോ ഇതിനെല്ലാം എതിരായിട്ട് നിൽക്കുന്ന മക്കളെ നിങ്ങളൊന്നും ചെയ്യല്ല മക്കളെ, ചേട്ടൻ പറയുന്ന കേൾക്കണം മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നൊരു വേടനെയാ കണ്ടത്. അപ്പൊ എന്തോ ഇത് അതിനെ ആ ഗവൺമെന്റ് അങ്ങ് ഏറ്റെടുത്ത് അവാർഡ് കൊടുത്ത് ഫലപുഷ്ടിപ്പെടുത്തി ആ ഒരു രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അവരുടെ തകർച്ചയ്ക്ക് അതും ഒരു കാരണമാണ്, അത് മനസ്സിലാക്കണം. അവരുടെ തകർച്ചയ്ക്ക് അതും ഒരു കാരണമാണ്. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ആരായിരുന്നു? വോട്ടവകാശം പോലും ഇല്ലാത്ത വ്യക്തികളായിരുന്നു. എന്നാൽ വോട്ടവകാശം ഉള്ളവർക്കിടയിലേക്ക് ഇത് അക്സെപ്റ്റ് ചെയ്തത് നെഗറ്റീവായിട്ടാണ്. അതുപോലെ ഒരു സാധനം നാളെ ഒരു സമയത്ത് തൊപ്പി വന്നിട്ട് ഇതിനെല്ലാം എതിരാണ്, നമ്മളെല്ലാവരും സെറ്റായിരിക്കും, നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണേ, ഇങ്ങനെ വന്നങ്ങോട്ട് പോഷിക്കുമ്പോഴത്തേക്കിന് ഇതേ പറഞ്ഞ മന്ത്രിമാരെല്ലാം കൂടെ വാദോരാതെ പൊക്കിയെടുത്ത് തോളയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ട് എത്തിക്കരുത്. അത്രേ ഉള്ളൂ. അങ്ങനെ എത്തിക്കുമ്പോഴത്തേനായിരിക്കും നിങ്ങളുടെ കൂടെ നടക്കുന്ന പല വ്യക്തികൾക്കും അതിൽ വിയോജിപ്പ് ഉണ്ടാകാനായിട്ട് തോന്നുന്നതും നിങ്ങൾക്ക് കുത്തേണ്ടവർ ചിലപ്പോൾ മാറ്റി വേറൊന്നിൽ കുത്തേണ്ടതായിട്ട് വരുന്നതും. അത് ടെക്നിക്കലി നമ്മുടെ മുന്നിൽ തെളിയിച്ചിട്ടുള്ളതാണ് ഇതിന് മുമ്പിലത്തെ ഗവൺമെന്റ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് നോക്കിയും കണ്ടു പോയാൽ നിങ്ങൾക്കും കൊള്ളാം. ഇനി ഷമീർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രഗ് ടെസ്റ്റ് നടത്താനായിട്ട് ലാബിലേക്കൊക്കെ പോകുന്നുണ്ട്. കുറച്ചൊക്കെ എനിക്ക് പ്രഹസനമായിട്ട് തന്നെ തോന്നിയത്. അതിനകത്ത് കുറെ ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെ കാണിക്കാൻ ഒരു ധൈര്യം കാണിച്ചില്ല. ആ ധൈര്യത്തിന്റെ റിസൾട്ട് എല്ലാം കൂടെ എടുത്ത് കാണിക്കണം, എന്നാലേ നമുക്കത് കണക്ട് ആവും എല്ലാവരിലേക്കും കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ഓപ്പൺ ചാലഞ്ച് നടത്തിയ കാര്യമാണ് ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് ജാസിയും ചെയ്യുന്നുണ്ട്. ജാസിക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിവൃത്തിയില്ലടാ. ഇത് ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പൈസയോ പവറോ ഫെയിമോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സത്യം നിങ്ങളെ കാണിച്ച് മാത്രമേ മനസ്സിലാക്കി തരാൻ വേണ്ടി പറ്റൂ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ ഇല്ലായ്മ കാണിച്ച് മാർക്കറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കഴിഞ്ഞു 1-2 തവണ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഡേ ബൈ ഡേ ലൈവിനകത്ത് വ്ളോഗിനകത്ത് ഈ ഒരു സാധനം തന്നെ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ ആ ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള ഓഡിയൻസിനെ എവിടെ ഇൻജെക്ട് ചെയ്യാനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കൺട്രോൾ യുവർ സെൽഫ്. മമ്മ വന്നോ? മമ്മ നാട്ടിൽ പോയിട്ട് വന്നു. അത് കണ്ടോ, ആ മമ്മു വന്നോ? ആ മമ്മു നാട്ടിൽ പോയിട്ട് വന്ന്. അതൊക്കെ എന്തിനാ മോനെ? ഇറ്റ്സ് ലൈക്ക് എ പ്രഹസനം. എന്തോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പെട്ടെന്നൊരാൾ കാണുന്ന ഒരാൾ മമ്മു വരുമ്പോഴത്തേക്ക് ഹായ് മമ്മു വന്ന്, ആ മമ്മു വന്ന്, അത്രേ ഉള്ളൂ. ഇപ്പോൾ മമ്മു നാട്ടിൽ പോയിട്ട് വന്നു. ഇതെന്തോടാ പഴയ സിനിമയാടാ, ജയന്റെ ബെൽബട്ടം പാൻറ് സമയത്ത് സിനിമയാ. എന്താ കഴിഞ്ഞോ? നീ പോയിട്ട് വന്നാ? ആ ഒന്നുമില്ല. ആ മമ്മു വന്നിട്ടുണ്ട്. മമ്മ വീടിന്റെ വീട് എടുത്തിട്ട് പത്തിട്ട്. അതെ. എന്താ മീശ പോണോ? ചിരിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല മുത്തേ. വീട്ടിൽ പോവാ? നീ വീട്ടിൽ പോയിക്കോ, നമുക്ക് കുറച്ച് പണിയുണ്ട്, ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് പോയാട്ടേടാ, ഇവിടെ ഇത്തായിട്ടുള്ളൂ ചായ വന്നാട്ടെ. ആ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഇത്രയും അല്ല, അവന് നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളായിരുന്നല്ലോ, എന്താ അവനെ ടെസ്റ്റ് ചെയ്യാത്തത്? ടെസ്റ്റ് ചെയ്യുമ്പോ എല്ലാരും കൂടെ ചെയ്ത് അവരുടെ ഇതല്ലേ തെളിയിക്കേണ്ടത്. നിങ്ങൾ രണ്ടും കൂടെ പോയി ചെയ്യുന്നത് ശരിയുള്ള കാര്യമാണോ? ഇത്ര ഒരു 6 മാസം 1 വർഷത്തിന്റെ ഇടയിലായിട്ട് ഒന്നും യൂസ് ചെയ്തില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അത്രേ ഉള്ളൂ. ആ ഇതാണോ നിങ്ങളെ റിപ്പോർട്ടെല്ലാം അല്ലേ? GMR അല്ല. ആ GMR ലാബ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ റിപ്പോർട്ട് കിട്ടട്ടെ, നമുക്ക് നോക്കാം. ഇന്ന് തന്നെ കിട്ടുമോ? ആ ഇത് ഇപ്പോൾ എടുത്ത എത്ര സമയത്തിൻ്റെ ഉള്ളിൽ? ആ മെയിൻ ബ്രാഞ്ച് ചെമ്പക്കര. ആ അപ്പോൾ ഇവിടുന്ന് ചെയ്യാൻ പറ്റൂലേ? ആ ഓക്കെ. വൈകുന്നേരം എത്ര? വൈകുന്നേരത്തിനുള്ളിൽ കിട്ടൂലേ?
ഭയങ്കര അർജന്റ് ആയിരുന്നു. ഒന്ന് വൈകുന്നേരത്തെ സീരിയസാ, ഭയങ്കര സീരിയസാ. അപ്പോൾ കിട്ടട്ടെ ഡേറ്റ് നമുക്ക് നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് കാട്ടായങ്ങളെ കാട്ടിക്കൂട്ട് നേരെ തലയിൽ ഇഞ്ചക്ട് ചെയ്യുന്ന കാര്യമല്ലേ. നമുക്കോട് ബുദ്ധിയിൽ നമ്മൾ വിട്ടു. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ജസ്റ്റ് നിങ്ങൾ നമ്മളെ ഭാഗത്ത് നിൽക്കണമെന്നല്ല പറയുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ട് ചിന്തിക്കണം, നടുവിൽ നിന്ന് ചിന്തിക്കും, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കും. അല്ല ഇത് ചിന്തിക്കാൻ കഴിയില്ല. അവർ പറയുന്നത് അവർ നോക്കും. ലവ് മിക്കവാറും ലാബിലിരുന്ന് തന്നെ കരയുമെന്ന് തോന്നുന്നു. അവന്റെ മുഖം കാണുമ്പോഴേ ഇപ്പൊ വിങ്ങലും കരച്ചിലൊക്കെ ഓർമ്മ വരുന്നത്. പൊട്ടാം നമ്മൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് മൊത്തം ഈ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള തെളിവും കാണിച്ചില്ലെങ്കിലും വലിയ രീതിയിൽ അന്നേ മെയിനായിട്ട് പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ കുണ്ടുങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് തന്നെ അതേപോലത്തെ സാധനമുണ്ടല്ലോ. ഈ പറഞ്ഞ നമ്മളെ ബാച്ചിലർ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇതായിട്ടുള്ള കാര്യം അതുവരെ എടുത്ത് കാണിച്ച് ഈ പറഞ്ഞ പോലെ നമ്മൾ ഞാൻ ഇതായിട്ട് ഫുൾ വീഡിയോ ഇടണം. അതില്ലെങ്കിൽ ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് കൊണ്ടുവരാമെന്നല്ലോ പറഞ്ഞത്. കുറച്ച് പേര് ഇട്ടിട്ട് ആളെ പൊട്ടനാക്കുന്ന പരിപാടി ഓൻ കുറേ കാലം ചെയ്യുന്നത്. ഓൻ ചെയ്തോട്ട് അത് നമ്മളെടുത്ത് നടക്കില്ല. അതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും ഇട്ട് ഞാൻ കൊണ്ടുവരാമെന്ന് കാണിക്കണം, തെളിയിക്കണം. ഓനത് തെളിയിച്ച് കഴിഞ്ഞാൽ ഞാൻ തൂങ്ങിച്ചാൻ ഞാൻ തയ്യാറാണ്. അത്രയും ഓപ്പണായിട്ട് ഞാൻ പറയും. ഞാൻ തൂങ്ങിച്ചാൻ തയ്യാറാണ്. ഓനെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാ കുണ്ടനാ. ഈ ടെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കിട്ടൂല, 3 ദിവസം എന്തോ എടുക്കുമെന്നാണ് പറയുന്നത്. അല്ല 3 ദിവസം എടുക്കുന്നു. 2-3 ദിവസം എടുത്താലേ ഇത് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം അതെടുത്ത് എന്തായാലും നമ്മൾ എന്തായാലും കാണിച്ചു തരും. അങ്ങനെ എന്തായാലും ഇവന്മാര് ടെസ്റ്റ് ഒക്കെ നടത്താൻ ചെന്നു. ടെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇനി 3-4 ദിവസം കഴിയുമ്പോഴത്തേന് റിപ്പോർട്ട് എന്തോന്ന് വരും. ആ റിപ്പോർട്ട് ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ആ റിപ്പോർട്ടും കൂടെ കാണിക്കല്ലോ. ബട്ട് സ്റ്റിൽ അവരൊരു ധൈര്യം കാണിച്ച് ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇടക്കിടക്കൊക്കെ നല്ല പ്രഹസനങ്ങളൊക്കെ ഉണ്ട്, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പല ഡയലോഗ്സും ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കാണിച്ച് ഇതിന്റെ ഒരു റിസൾട്ടും കൂടെ വരുമ്പോഴായിരിക്കും ഇവന്മാർ ഈ കാണിച്ചതിനകത്ത് എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കൂടെ എടുത്ത് പുറത്ത് വിടുമ്പോഴത്തേക്ക് എന്തോ സംഭവിക്കുന്നറിയും. ഇപ്പൊ ഈ DGP അന്വേഷിക്കുന്ന ഈ ഒരു കേസ് ഡയറക്റ്റ് ആയിട്ട് ആരിലേക്ക് ചെല്ലും, അവിടോട്ട് തന്നെ ചെല്ലും. ഓൾറെഡി അവന്റെ വണ്ടി MDMA കേസിനകത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. വീട്ടിനകത്ത് ഡ്രഗ്സ് ഉപയോഗം ഉണ്ടായിരുന്നു പറയുന്നു. ആൾക്കാർ വരുന്നുണ്ടായിരുന്നു പറയുന്നു. ഈ പറയുന്ന 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരുമായിട്ടുള്ള കേസ്, അതായത് ഒരു പബ്ലിക്കിന്റെ മുന്നിലേക്ക് എടുത്ത് വെക്കാൻ പറ്റാത്തതായിട്ടുള്ള 100 കൂട്ടം കാര്യങ്ങളായിരുന്നു അവരുടെ ബൂട്ട് ക്യാമ്പിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. അവിടെ ബൂട്ട് ക്യാമ്പ് എന്ന് വെച്ചാൽ മറ്റേ ആയുധങ്ങളല്ലായിരുന്നു കർത്താവെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അവിടെ ബൂട്ട് ക്യാമ്പിനകത്ത് മറ്റ് പല കാര്യങ്ങളുടെ ഒരു ബൂട്ട് ക്യാമ്പായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇവന്മാരിങ്ങനെ ഒരു വെള്ളയടിക്കാനായിട്ട് അല്ലെങ്കിൽ പോട്ടെ ഇവന്മാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് കാണിക്കാനായിട്ട് ഉള്ള ഒരു സാധനം എടുത്ത് കാണിച്ചു വെച്ചു. ഇനി അങ്ങോട്ട് അതിന്റെ റിസൾട്ട് വരുമ്പോൾ അതൊക്കെ. തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഇത്രയധികം സാമ്പത്തിക ശേഷിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഗുണ്ടാ സെറ്റപ്പ് ഒക്കെ ആയിട്ട് വലിയ ബന്ധങ്ങളുള്ള ആള് ഏതോ ഒരു പെൺകുട്ടിയുടെ മരണത്തെ തുടർന്ന് ഒരു യൂട്യൂബറെ കണ്ട് ഇതുപോലെ തൊപ്പി തന്നെ വിളിച്ചിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്തുവാണെന്ന് വരട്ടെ, അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ള പറഞ്ഞത്. കാരണം ഓൾറെഡി ഇവൻ തന്നെ പറയുന്നുണ്ട് ഇവന്റെ വീഡിയോയിൽ എനിക്ക് ഈ നാട്ടിലുള്ള ഒരുപാട് ഗുണ്ടകളുമായിട്ട് ഭയങ്കര കമ്പനിയാണ്, ഏതാണ്ട് ആൾക്കാരുടെ പേരൊക്കെ ഇവൻ പറയുന്നുണ്ട്. അപ്പൊ ഇവൻ സെറ്റപ്പ് എന്തുവാടെ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഇങ്ങനെയൊക്കെ ലൈവില് പറഞ്ഞിട്ടും ഇത് ഒരു തരത്തിലുള്ള ഒരു പോലീസുകാരോ അല്ലെങ്കിൽ ഒരു ആൾക്കാർ ഇതിന് അന്വേഷണം എടുക്കാനോ ഇതിന് തക്കതായ നടപടി എന്താണ് സ്വീകരിക്കാനോ നോക്കിയിട്ടില്ല. ഇനിയെങ്കിലും സ്റ്റിൽ ഒരു പുതിയ ഗവൺമെന്റ് വന്നു. രമേശ് ചെന്നിത്തലയുടെ അണ്ടറിൽ നിലവിൽ ഈ ഒരു സ്ഥിതി വരെ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടാ. കാരണം പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾക്കും അതിലുപരി ഒരു 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 കോമൺ സിവിലിയന് ഡയറക്റ്റ് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയിലേക്ക് എത്താം. താഴെ ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കായിട്ട് തന്നെ ഒരു പരാതി കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. സ്റ്റിൽ ഐ ബിലീവ്. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം നിൽക്കുമ്പോഴത്തേന് ഇവന്മാരുടെയൊക്കെ സോഴ്സ് എന്താണ്, ഇവന്മാരെ അന്വേഷിക്കണം, ഇവന്മാരുടെ ബന്ധങ്ങൾ എങ്ങോട്ടൊക്കെയാണ്, അപ്പോൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അന്വേഷണം കൊണ്ടുവരണം. അന്വേഷണം പകുതി കൊണ്ടുവരുമ്പോൾ തന്നെ എന്താണെന്നറിയോ, ഇവന്മാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പിള്ളേർ അല്ല ആൾക്കാരെ വോട്ടവർ ആയിക്കോട്ടെ ഇവരുടെ മനസ്സിലേക്ക് ഒരു സാധനം കയറിക്കൂടും. എന്തായാലും അങ്ങനെ നടന്നാൽ ഇങ്ങനെ പണി കിട്ടും, അങ്ങനെ നടന്നാൽ ഇങ്ങനെ കിട്ടും എന്നുള്ളൊരു കാര്യം കൺവിൻസ് ആവും. ഒരു ഉയർച്ച മാത്രമല്ലല്ലോ, ആ ഉയർച്ചയിലുള്ള ഓരോ ഇടുക്കുകളുണ്ടല്ലോ, ആ ഇടുക്കുകൾ എന്താണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാടുത്ത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് ഈ സെലക്ട് ചെയ്യുന്ന പുതുതലമുറയ്ക്കായാലും വരുന്ന കുട്ടികൾക്കാണെങ്കിലും ആ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിന് അതിന്റെ മെറിറ്റും ഡീമെറിറ്റും കണ്ട് തിരിച്ചറിഞ്ഞ് തന്നെ മാറ്റം വരുത്താനായിട്ട് സാധിക്കും.